ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വിസ്മയ മോഹൻലാൽസ് തുടക്കം മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ ജൂഡ് ആന്റണി. പുള്ളിക്കാരന്റെ സിനിമയാണ്. പിന്നീട് ഇതിൻ്റെ അകത്ത് ഓഫ്കോഴ്സ് വിസ്മയ മോഹൻലാൽ, ആന്റണി പെരുമ്പാവൂരിന്റെ മോനുണ്ട്, സായി കുമാർ, മനോജ് കെ ജെയിൻ, ചിപ്പി, പിന്നെന്താ നമ്മുടെ ഉപ്പുമുളകിന്റെ മറ്റേ അപ്പൂപ്പൻ ഉണ്ടായിരുന്നല്ലോ, ആ അപ്പൂപ്പുണ്ട്. പിന്നെ അങ്ങനെ കുറെ പേര് ഈ സിനിമയിലുണ്ട്. പിന്നീട് പറയണ്ടല്ലോ, സ്പോയിലർ അല്ല, നമ്മുടെ ലാലേട്ടനുണ്ട്. സിനിമ ആക്ച്വലി ഇത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പടം. പിന്നീട് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ വന്ന് തുടങ്ങി. മിക്കവരും നല്ലൊരു പോസിറ്റീവ് റിവ്യൂസ് കേട്ടിട്ടാണ് ഞാൻ പിന്നെ സിനിമ കാണാൻ പോയി. ആദ്യം പോണോന്നൊക്കെ ആലോചിച്ചിരുന്നതിന് പിന്നീട് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ആയിട്ട് പോയി. ആക്ച്വലി എനിക്ക് ആൾക്കാർ പറഞ്ഞത്ര ഹൈപ്പ് സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തില്ല. ബട്ട് മോശം സിനിമ എന്നല്ല, ഒരു ഡീസന്റ് വാച്ചാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടമാണ്. പക്ഷേ എനിക്ക് എവിടെയൊക്കെയോ ഈ ഒരു സിനിമ ചെറിയൊരു നമ്മുടെ ബ്ലാസ്റ്റ് പടമില്ലേ, ബ്ലാസ്റ്റ്, അതിന്റെ എവിടെയൊക്കെയോ ചെറിയൊരു സിമിലാരിറ്റീസ് ഫീൽ ചെയ്തായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ രീതിക്ക് വന്ന് കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. എന്നുവെച്ചാൽ ഭയങ്കര ഒരു ഹൈ മൂവ്മെന്റ് അങ്ങനെയൊന്നും സംഭവങ്ങൾ ഫസ്റ്റ് ഹാഫിൽ ഫീൽ ചെയ്തില്ല. ആക്ച്വലി എനിക്ക് കുറച്ചുകൂടി സെക്കൻഡ് ഹാഫിലെ സംഭവങ്ങളാണ് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് തീരാറാകുമ്പോഴാണ് കുറച്ചുകൂടി ഒരു പടത്തിനൊരു ഒരു 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 ഉണർവ് വന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് കൊള്ളാം. കുറച്ച് ഫൈറ്റ് സീക്വൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാലേട്ടന്റെ എൻട്രി, ഒരു ലാലേട്ടന്റെ സീനുണ്ട്, അത് കൊള്ളായിരുന്നു. എത്ര ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞില്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നീട് വിസ്മയ മോഹൻലാൽ ഫസ്റ്റ് പടം കുഴപ്പമില്ല. നമ്മൾ ഈ ഇന്റർവ്യൂ ഇപ്പം മറ്റേ പ്രൊമോഷൻ സമയത്തൊക്കെ കണ്ട ഒരു മാനറിസം പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് സിനിമയിലുള്ളത്. പിന്നീട് വില്ലൻ ആന്റണി പെരുമ്പാവൂരിന്റെ മോൻ, വില്ലൻ കൊള്ളാം കേട്ടോ. പുള്ളിക്കാരന്റെ ഡയലോഗ് എന്ന് പറയാൻ ആക്ച്വലി ലാസ്റ്റ് ടുവേർഡ്സ് ദ ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ കൊള്ളാം കേട്ടോ പുള്ളിക്കാരന്റെ ആറ്റിറ്റ്യൂഡും. എനിക്ക് മറ്റേ നമ്മുടെ ഈ ലിയോയിലെ സാന്റി മാസ്റ്ററിന്റെ ആ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരന്റെ ക്യാരക്ടർ. സൈക്കോ ടൈപ്പ് ക്യാരക്ടറാണ്. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും പുള്ളിക്കാരൻ തന്നെയാണ് വില്ലൻ. ഒരു ആറ്റിറ്റ്യൂഡ് പരിപാടി പിടിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നീട് സോങ്സ്, കുറച്ച് പാട്ടുകളുണ്ട്. BGM കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത BGMസും കാര്യങ്ങളൊക്കെയാണ്. സിനിമാറ്റോഗ്രഫി ഓക്കെ, കുഴപ്പമില്ല. സ്റ്റണ്ട് ഒരു മറ്റേ കഫേക്കകത്തുള്ള, ഹോട്ടലിനകത്തുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കുഴപ്പമില്ല, കൊള്ളായിരുന്നു. പിന്നീട് അല്ലാതെ പുള്ളിക്കാരിയുടെ വിസ്മയ മോഹൻലാലിന്റെ ആക്ഷൻ സീക്വൻസസ് ഉണ്ടായിരുന്നു, അത് കുറച്ചുകൂടി ഒന്ന് കിടിലമാക്കായിരുന്നു എന്ന് തോന്നി. പിന്നീട് മെയിൻലി ഈ സിനിമ ഗേൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗേൾസ്, വുമൺ എംപവർമെന്റ്, അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പടം തന്നെയാണിത്. അതെ, ഈ സിനിമ നമ്മൾ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിരിക്കണം എന്ന് ഒരു മെസ്സേജ് തരുന്ന ഒരു പടവും കൂടിയാണ്. നമ്മുടെ സെൽഫ് ഡിഫെൻസ് അങ്ങനത്തെ ഒക്കെ പരിപാടി, കുറെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല മെസ്സേജ് ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് സിനിമയെ പറ്റിയിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം. ഒരു ഡീസന്റ് മൂവി, ഭയങ്കര ഹൈപ്പ് പരിപാടി ഒന്നും വേണ്ട. ഞാൻ പോസിറ്റീവ് മറ്റേ തിയേറ്റർ സിനിമ കണ്ടിട്ടുള്ള റെസ്പോൺസ് ഉണ്ടല്ലോ, അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ഡീസന്റ് മൂവിയാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് സിനിമയെ പറ്റിയിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, കണ്ടവരാണെങ്കിൽ. സോ ഫ്രണ്ട്സ്, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന പുതിയ കാണാം. DK സൈനിങ് ഔട്ട്.